ഈശോയുടെ കരുണയിൽ പ്രത്യേകമായി നമുക്ക് പൂർണ്ണമായും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് നമ്മൾ ദൈവത്തിന്റെ കൃപയിലായിരിക്കുമ്പോൾ ദൈവം എന്താണോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. എങ്കിലും ഈശോ ആവശ്യപ്പെടുന്നത് എന്താണോ എന്ന് ഗ്രഹിച്ചറിയാൻ നമുക്ക് നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും സമർപ്പിച്ചുകൊണ്ട് അനേകം ആത്മാക്കള് ഈ സമയം വലിയ അപകടങ്ങളിൽ കൂടി, ദുരിതങ്ങളിൽ കൂടി, യുദ്ധങ്ങളിൽ കൂടി, ഏറ്റവും സാഹസികമായ ജീവിതങ്ങളും മരണങ്ങളും ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്കിവിടെ ആയിരുന്നു പ്രാർത്ഥിക്കുവാൻ ദൈവം നൽകിയ കൂടി കൃപയെ ഓർത്തു നന്ദി പറയാം. ദൈവത്തിന്റെ അനന്തമായ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ ഭൗതികവും ആത്മീയമായ ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ കുരിശിന്റെ വഴി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ ഇടപെടലുകളും സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് എതിരെ നിൽക്കുന്ന എല്ലാ ശക്തികളെയും, എല്ലാ തിന്മകളുടെ സ്വാധീനങ്ങളെയും പുറത്തുപേക്ഷിക്കുവാനും വലിയൊരു അനുതാപത്തിന്റെ കൃപയിലേക്ക് മനുഷ്യ മക്കളെ നയിക്കപ്പെടുന്നതിനുള്ള അനുഗ്രഹത്തിനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലിയഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴിഞ്ഞൊരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങൾ അറിയിച്ചു കർത്താവെ. ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാവുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഹൃദയത്തെ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോ സ്ഥലത്ത് വെച്ച് ഈശോ മനുഷ്യരുടെ കഠിന ഹൃദയങ്ങളുടെ മുമ്പില് വിധിക്കപ്പെടുന്നു. വിധി മുഴുവനും പിതാവായ ദൈവം പുത്രന് നൽകിയിരിക്കുന്നു എന്ന് തിരുവചനം നമ്മോട് പറയുമ്പോൾ ഇവിടെ പുത്രന്റെ മേല് മനുഷ്യകുലത്തിന് അധികാരം കൊടുക്കുവാനായിട്ട് പിതാവായ ദൈവം തന്നെ ഈ പാവങ്ങളുടെ എല്ലാ മേഖലകളിലും സ്വർഗത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും പരിഹാരം വേണം. പരിശുദ്ധനായ ദൈവം പരിശുദ്ധിയുടെ സർവപരിശുദ്ധിയുടെ മഹത്വത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്ക് മുമ്പിൽ പാപത്തിന്റെ ഭീകരതയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഒരാത്മാവിനും ദൈവീക സ്വാതന്ത്ര്യത്തിലേക്കോ ദൈവസന്നിധിയിലേക്കോ എത്തപ്പെടാൻ പറ്റില്ല. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യമാണ്. ദൈവസന്നിധിയിൽ എത്തുക അസാധ്യമാണ്. അതുകൊണ്ട് സ്വന്തം ശരീരത്തിലും ആത്മാവിലും ഈ ലോകത്തിന്റെ സർവ്വ പാപങ്ങളും ഏറ്റെടുക്കുവാൻ സ്വയം ശപിക്കപ്പെട്ടവനായി, സ്വയം പാപിയായി ഈ ലോകത്തിന്റെ കഠിന ഹൃദയങ്ങളുടെയും കഠിന കരങ്ങളുടെയും മുമ്പില് വിധി സ്വീകരിക്കുകയാണ് മനുഷ്യർ. അവനെ ക്രൂശിക്കുക എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ശബ്ദിക്കുവാനോ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനോ ഒരു വ്യക്തിയെ പോലും അവിടെ കാണാൻ പറ്റാത്ത വിധം ഈശോ ഏകനായി വിധിയെ പൂർണ്ണമായും ഹൃദയപൂർവ്വം സ്വീകരിച്ചു. ഈശോ അതിനു വേണ്ടിയാണ് ഈ ഭൂമിയിലെ വചനം മാംസം ധരിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. നമുക്ക് ആ പ്രാർത്ഥനയില് ആയിരിക്കും ഈശോയുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുവാൻ സ്വയം എളിമയോടും സ്വന്തം ആത്മാവിനെ ഈ ലോകത്തിന്റെ എല്ലാവിധ തിന്മകളുടെ മുമ്പില് എല്ലാവിധ ശക്തികളെയും നിഷ്കാസനം ചെയ്യുവാൻ ഈശോ തന്റെ ആത്മാവിന്റെ പരിശുദ്ധിയും ശരീരത്തിന്റെ പരിശുദ്ധിയും ഈ ലോകത്തിന്റെ മുമ്പിൽ അടിയറ വെച്ചുകൊണ്ട് തന്റെ മക്കളെ വീണ്ടെടുക്കപ്പെടുവാൻ ദൈവകരങ്ങളിൽ നിന്നും ശക്തി ആർജിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ വിധി സ്വീകരിക്കുകയാണ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ ലോകത്തിന്റെ മുമ്പിൽ നിസ്സഹായതയിൽ നമ്മളൊക്കെ വളരെ ചെറിയ വിധികളും തെറ്റുകുറ്റങ്ങളും കുറ്റാരോപണങ്ങളൊക്കെ ഏൽക്കുമ്പോൾ ഈശോയുടെ ഈ പരിശുദ്ധമായ സഹനത്തിന്റെ മുമ്പിൽ നമ്മളൊക്കെ എത്രയോ നിസ്സാരരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആയിരുന്നു പ്രാർത്ഥിക്കാം. ഒന്നാം സ്ഥലം ഈശോ മിശിഹാമാനത്തിന് വിധിക്കപ്പെടുന്നു. ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിസ്തുപിടിച്ചാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പിലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്നു. അവിടത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടിയിടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പിലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു എങ്കിലും അവിടെ നിന്നെല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എന്റെ ദൈവമായ കർത്താവെ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും
നിർദ്ധയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം നീ പോലെ സമചിത്തനായി സഹിക്കുവാൻ അനുഗ്രഹിക്കണമേ. ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിന് പതിപ്പിച്ചുറപ്പിക്കണമേ. സ്വർഗസ്ഥനായുള്ള പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലത്ത് വെച്ച് ഈശോ കുരിശിൽ വന്നുകൊണ്ട് കടന്നു പോകുന്ന ഉഗ്രമായ സഹനങ്ങളെ നമുക്ക് ഈ സമയം ധ്യാനിക്കാം. കാരണം ഈശോ തലേ ദിവസം തന്നെ ഒത്തിരി പീഡകളിൽ കൂടി കടന്നു പോയതാണ്. അല്പപ്രാണൻ ആയി കൊണ്ട് ആണ് ഈശോ ആ കുരിശിന്റെ ഭാരത്തെ സ്വീകരിക്കുന്നതെങ്കിലും ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ ഹൃദയപൂർവ്വം ആലിംഗനം ചെയ്യുന്നത് പോലെ ഈ ലോകത്തിന്റെ സകല പാപങ്ങളെയും വീണ്ടെടുക്കുവാൻ തന്റെ ഏറ്റവും ഭാരപ്പെട്ട കുരിശ് തന്നെ ഏൽപ്പിക്കുന്ന ഭാരപ്പെട്ട കുരിശ്, അന്ന് ഏറ്റവും ഭാരം കൂടിയ കുരിശിൽ തറയ്ക്കപ്പെടുവാൻ വേണ്ടി, കൊല ചെയ്യപ്പെടുവാൻ വേണ്ടി ഉദ്ദേശിച്ച വ്യക്തി ഈശോ ആയിരുന്നില്ലെങ്കിലും ഈശോയ്ക്ക് അത് സമ്മാനിക്കുകയായിരുന്നു. അത് കാലത്തിന്റെ ദൈവീക പദ്ധതികളെ പൂർത്തീകരിക്കുവാൻ. അവിടെ ഏറ്റവും ഭാരം, ഈശോയേക്കാൾ അധിക ഭാരം, കഠിന ഭാരം ഉണ്ടാക്കുന്ന അവസ്ഥ, അതിനേക്കാൾ ഭീകരമാണ് മനുഷ്യന്റെ പാപങ്ങളുടെ ഭാരം. മനുഷ്യന്റെ ഹൃദയത്തിൽ കടന്നു വരുന്ന എല്ലാ കഠിന ഭാരങ്ങളും ഈശോ വഹിച്ച കുരിശിന്റെ ഭാരത്തേക്കാൾ വലുതായിരുന്നു. അത് ഇനിയും ജനിക്കാനിരിക്കുന്ന മക്കളുടെയും കൂടിയുള്ള പാപഭാരങ്ങളുണ്ട്. തലമുറകളായി കടന്നു വന്നിട്ടുള്ള എല്ലാ പാപകടങ്ങളുടെയും മേഖലകളിലുള്ള ഈ പാപഭാരം മനുഷ്യന് വഹിക്കാവുന്നതിനേക്കാൾ വലുതാണ്. അതെല്ലാം പരിശുദ്ധനായ ഈശോ തന്റെ ആത്മാവിന്റെ ബലത്തിലും ദൈവത്തിന്റെ കരുണയിലും ദൈവത്തിന്റെ മഹത്വത്താലും പരിശുദ്ധാത്മാവിന്റെ കൃപയാലും സ്വീകരിച്ച ഈ കുരിശിന്റെ ഭാരം ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോൾ നമ്മളുടെ ജീവിതങ്ങളിൽ പലപ്പോഴും ചെറിയ ചെറിയ കുരിശുകൾ വഹിക്കുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥയെ നമ്മൾ ഓർക്കുമ്പോൾ, ഈശോ വഹിച്ച ഈ ലോകത്തിലുള്ള സർവ്വ മക്കളുടെയും നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ മക്കള് ചില സമയം കുരിശായിരിക്കാം, ഭർത്താവ്, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങള്, അയൽവാസികള്, സഹോദരങ്ങള്, ബന്ധുമിത്രാദികളൊക്കെ പല സമയങ്ങളിൽ നമുക്ക് കുരിശുകളായി വരാം. നമ്മളുടെ വിശ്വാസ മേഖലകളിൽ തന്നെ പല കുരിശുകൾ വരാം. അങ്ങനെ പല പല ഹൃദയ ഭാരപ്പെടുന്ന അവസ്ഥകളിലേക്ക് വരുന്ന കുരിശുകളെയെല്ലാം ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ കുരിശിന്റെ ഭാരം ലഘൂകരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം, ഈശോയെ ഞങ്ങളുടെ കുരിശുകളെ ലഘൂകരിക്കപ്പെടുവാൻ അങ്ങ് വഹിച്ച കുരിശിന്റെ മഹത്വത്തിന്റെയും പാപകടങ്ങളുടെ യോഗ്യതയാല് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ടാം സ്ഥലം, ഈശോ മിശിഹാ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭാരമേറിയ കുരിശ് ചുമന്നുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക. സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു. പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു. മറ്റു ശിഷ്യന്മാർ ഓടി ഒളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? ഓശാന പാടിയെതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസ വാക്ക് പറയുവാനോ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശ് വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ് ചുമന്നുകൊണ്ട് അവിടെ നിന്ന് അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ സഹായിക്കണമേ. സ്വർഗ്ഗ
ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മേ ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. അമ്മേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലത്ത് വെച്ച് ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുകയാണ്. ഹൃദയമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വീഴ്ചകൾക്ക് വേണ്ടി ഈശോ തന്നെ ഏറ്റവും ഭാരമായ വേദനയും കുരിശുഭാരത്തിന്റെയും നിന്ദനങ്ങളുടെ അപമാനങ്ങളുടെയും ഈശോയെ ചവിട്ടുകയും തുപ്പുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാവുന്നതിനേക്കാൾ അധികമായി സഹിക്കേണ്ടി വരുമ്പോൾ ഈശോ തളർന്നു തകർന്നും വീഴുന്ന സമയങ്ങളിലെ ആ സഹനങ്ങളുടെ യോഗ്യതയാൽ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ദൈവത്തെ നിഷേധിച്ച് നിന്ദിച്ച് അപമാനിച്ച് ജീവിക്കുമ്പോഴും അവരുടെ പാപബോധമില്ലാത്ത ജീവിത മേഖലകളിലെ സ്വാർത്ഥതയിലെ സ്വതന്ത്രമായ ജീവിതങ്ങളിലെ ബുദ്ധിയിലെ ശക്തിയിലെ സമ്പത്തിലെ കഴിവുകളിലെ സൗന്ദര്യങ്ങളിലെ ആരോഗ്യങ്ങളിലേക്ക് ആശ്രയിച്ച് ഈ കാലഘട്ടത്തിൽ സുഭിക്ഷമായി ജീവിക്കുന്ന മക്കളുടെ മനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മൂന്നാം സ്ഥലം ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ആരാധിക്കുന്നു. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ. അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി ഒളിക്കുവാൻ ഇടമില്ല. എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. കർത്താവേ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അത് വർദ്ധിപ്പിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവേ, എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. അമ്മേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നോട് അപേക്ഷിച്ചുള്ളണമേ. അമ്മേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഹൃദയത്തിൽ പഠിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലത്ത് വെച്ച് തന്റെ മാതാവിനെ കാണുകയാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ അവനെ കണ്ടവർ അമ്പരന്ന് പോകുന്ന തരത്തില് ഏറ്റവും മാരകമായ മുറിവുകളോടുകൂടെ ഒരു മനുഷ്യന്റെ രൂപം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലുള്ള വേദനകളാലും രക്തത്തിന്റെ ഭീകരമായ അവസ്ഥകളാലും തന്റെ പുത്രനെ ആ ഒരു അവസ്ഥയിൽ സ്വന്തം അമ്മ കാണുക. കാരണം പരിശുദ്ധ അമ്മയ്ക്ക് അറിയാം ഈശോ ആരാണെന്ന്, ദൈവത്തിന്റെ പുത്രനാണെന്ന് അറിഞ്ഞിരിക്കെ പരിശുദ്ധ അമ്മയെ മകൻ എന്ന ആ ഒരു സ്ഥാനത്തേക്കാൾ ദൈവത്തിന്റെ സ്ഥാനത്തിന്റെ മുമ്പിൽ തന്നെയാണ് ഈശോയെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ആരാധ്യമായ ഹൃദയത്തോടുകൂടെ ഈശോയെ കാണുന്നത്. ആ ദൈവപുത്രനെ, ആ ആരാധനായ ദൈവത്തെ തന്നെ ഇത്രയും ഭീകരമായ ആ വേദനയിലും സഹായതയിലും ഒരു മനുഷ്യന്റെ സഹായം പോലും ഇല്ലാതെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട തന്റെ പുത്രനെ കാണുമ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയും എല്ലാവരുടെയും ആശ്വാസവും സന്തോഷവും സമാധാനവുമായി വന്ന ഈശോയെ ഏറ്റവും ക്രൂരമായ അവസ്ഥകളിലേക്ക് മനുഷ്യരുടെ ഹൃദയങ്ങൾ കൊണ്ടുപോയപ്പോ ആ വേദനയുടെ ആ ഭീകരത കണ്ടുകൊണ്ട് തന്റെ മകന്റെ മുറിവുകളും രക്തവും അപമാനവും ഏറ്റവും അസഹനീയമായ അവസ്ഥകളിലെ കഠിന ഹൃദയരുടെ നടുവില്
അപമാനിക്കപ്പെടുന്ന അവസ്ഥയിൽ, അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ ഈശോയെ കാണുമ്പോൾ ഈ മുറിവുകളും വേദനകളും അപമാനങ്ങളെല്ലാം ഈ മാനവകുലത്തിന്റെ രക്ഷയാണെന്ന് തിരിച്ചറിഞ്ഞ അമ്മ തന്റെ ഹൃദയ സ്നേഹത്തോട് ചേർത്ത് വെച്ച് തന്നെ അമ്മ ഈശോയോട് കൂടെ സഞ്ചരിക്കുവാനായിട്ട്, ഈശോയെ ആശ്വസിപ്പിക്കുവാനും ഈശോയിൽ നിന്നും ആവശ്യമായ കൃപകൾ സ്വീകരിച്ച് മനുഷ്യമക്കൾക്ക് നൽകുവാനും അമ്മയുടെ സ്നേഹ സാന്നിധ്യം ഈശോയ്ക്ക് വലിയൊരു ശക്തിയായിരുന്നു. ആ ഒരു കൃപയുടെ യോഗ്യത നമുക്കും പലപ്പോഴും ഈ അമ്മയിൽ കൂടി വലിയൊരു അനുഗ്രഹമാണ്. കാനായിൽ കല്യാണ വിരുന്നില് ആരും ആവശ്യപ്പെടാതെ തന്നെ അമ്മ കടന്നു ചെന്ന് അവിടുത്തെ സഹായതയില് അമ്മ പ്രവർത്തിച്ച പോലെ എന്നും ആരാവശ്യപ്പെടാതെ തന്നെ അമ്മയിൽ നിന്നും ദൈവകൃപ സ്വീകരിക്കുവാൻ, ഈശോയിൽ നിന്നുള്ള സ്നേഹവും ഈശോയിൽ നിന്നുള്ള കൃപയും മനുഷ്യകുലത്തിന് വാരി വിതറുവാൻ എന്നും ആഗ്രഹിച്ച് ജീവിച്ച് ഈ ലോകത്തിൽ നിന്നും പോയതിനു ശേഷവും ആയിരുന്ന അവസ്ഥയിലൊക്കെ ഈ അമ്മയിൽ കൂടി ഈ ലോകത്തിന് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിഷേധിച്ചും ജീവിക്കുന്ന ഓരോ മക്കളെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മയെ നിന്ദിക്കുകയും നിഷേധിക്കുകയും ചെയ്യുമ്പോൾ അതേ അവസ്ഥയിൽ തന്നെയാണ് ദൈവത്തെയും ദൈവപുത്രനെയും പരിശുദ്ധാത്മാവിനെ നിന്ദിക്കുന്ന തിരിച്ചറിയാതെ ജീവിക്കുന്ന എല്ലാ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വഴിയിൽ വെച്ച് മാതാവിനെ കാണുന്നു. വേണ്ടി രക്ഷിച്ചു. കുരിശുയാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന് പരിശുദ്ധനായ ശിമയോൻ എന്ന് പ്രവചിച്ചു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെയും അങ്ങേ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 5-ാം സ്ഥലത്ത് വെച്ച് ശിമയോൻ ഈശോയെ സഹായിക്കുമ്പോൾ ഈ ലോകത്തില് മനുഷ്യർക്ക് എങ്ങനെയാണ് ദൈവത്തെ സഹായിക്കാൻ സാധിക്കുക എന്നുള്ളത് അതൊരു വലിയൊരു ബുദ്ധിഹീനമായ ചോദ്യമായിരിക്കും. എങ്കിലും ഈശോയുടെ ആത്മാക്കളെ ഈശോ ഈ ലോകത്തില് കടന്നു വരുമ്പോൾ ഈശോ മനുഷ്യരുടെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നു. ഓരോ സമയങ്ങളിലും ഓരോ അവസ്ഥകളിലെല്ലാം മനുഷ്യരോടുള്ള സമൂഹത്തോടുള്ള ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈശോ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പ്രവർത്തിച്ചത്. ഈശോയ്ക്ക് സ്വയം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നിട്ടും ഈശോ മനുഷ്യരുടെ സഹകരണം എപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഈശോയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അറിയാത്ത ഒരു വ്യക്തിയിൽ കൂടി ഈശോയുടെ ഏറ്റവും ദാരുണമായ സഹനങ്ങളിൽ ഒരു ആശ്വാസമായി കടന്നു വരുവാനായിട്ട് ഇടയാക്കിയ ശിമയോൻ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ അയോഗ്യരാണ്, പാപികളാണ്, ബലഹീനരാണെങ്കിലും ഈശോയെ സഹായിക്കുവാനുള്ളൊരു ഹൃദയമുണ്ടോ? ഈശോയുടെ കുരിശ് വഹിക്കുമ്പോൾ ആ കുരിശിന്റെ ഏറ്റവും നിസ്സാരതയുടെ നമുക്ക് സഹിക്കാവുന്ന കുഞ്ഞു കുഞ്ഞു സഹനങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് ആത്മാക്കളെ പ്രതി ആ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം
കുറേയും കൂടി പ്രകാശപൂർണമാവുകയും ആത്മാക്കളെ സഹായിക്കുവാൻ ഇടയാക്കുകയും ചെയ്യും. അത് ഈശോയുടെ കുരിശിനെ വഹിക്കുവാനും ഈശോയുടെ കുരിശിനെ താങ്ങുവാനും കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അവസരങ്ങളാണ്. വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണ്ട. ഏറ്റവും ചെറിയ സഹനങ്ങളെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ ഏറ്റെടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ കുഞ്ഞു കുരിശുകളാണെന്ന് നമ്മൾ അവഗണിച്ച് കളയുന്ന കുരിശുകളുടെ ഭാരങ്ങളെല്ലാം നാളെ നമുക്ക് വലിയ സ്വർഗീയ നിക്ഷേപങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മുടെ പ്രത്യേകമായ കുരിശുകളായി നമ്മൾ വഹിക്കുന്ന പല സഹനങ്ങള്, ദുരിതങ്ങൾ അതേ അവസ്ഥയിൽ തന്നെ ലോകം മുഴുവനും പല ദേശങ്ങളിലും രാജ്യങ്ങളിലും കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ഒക്കെ പല കുരിശുകളായി സഹിക്കുന്നുണ്ട്. അവർക്കൊന്നും ദൈവത്തെ അറിയാത്തവരാണെങ്കിൽ ആ സഹനങ്ങളെയും കൂടി ചേർത്ത് വെച്ച് ഈശോയെ, ശിമയോനെ പോലെ അങ്ങയ്ക്ക് വേണ്ടി അനേക ആത്മാക്കളെ സഹായിക്കുവാൻ ആ കുരിശിന്റെ ഭാരത്തിന്റെ ലഘൂകരണത്തിന് വേണ്ടി എന്റെയും സഹനങ്ങളെ ചേർത്ത് വെച്ച് ഞങ്ങൾക്കും പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അഞ്ചാം സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂദന്മാർ ഭയന്നു. അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. കവറിൻകാരനായ മനുഷ്യൻ അലക്സാണ്ടറിന്റെയും റോപ്പോസിന്റെയും പിതാവായിരുന്നു. അവിടത്തെ കുരിശിൽ മുക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടെ അവിടുത്തെ കുരിശിൽ തറക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. കരുണാനിധിയായ കർത്താവേ, ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാനും ശിമയോനെ പോലെ അനുഗ്രഹീതനാകും. അങ്ങയെ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാകുകയും ചെയ്യും. സ്രോസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. തന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേ. അമ്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പഠിപ്പിച്ചുറപ്പിക്കണമേ. ആ സ്ഥലത്ത് വെച്ച് വെറോനിക്കയുടെ കൈകളിലുള്ള ആ തുവാല ഈശോയുടെ തിരുമുഖം പതിയുന്ന തരത്തില് ഈശോ അവളെ അനുഗ്രഹിക്കുകയാണ്. പല പ്രാവശ്യം മനുഷ്യരുടെ കഠിന ഹൃദയരായ ഏറ്റവും കഠിന ഹൃദയര ലോകത്തിൽ വെച്ചൊന്നേ വരെ ഉണ്ടായിരുന്നവരില് ഏറ്റവും കഠിനമായ ഹൃദയത്തോടു കൂടിയുള്ള മനുഷ്യരായിരുന്നു ഈശോയെ. പട്ടാളക്കാരുടെ ഇടയിൽ ദുഷ്ടരുടെ കരങ്ങളുണ്ടായിരുന്നു, നീചന്മാരുടെ, അങ്ങനെ ക്രൂര തീവ്രവാദികളെ പോലത്തെ മനുഷ്യര്, ഏറ്റവും കഠിനമായ ഹൃദയത്തോടു കൂടിയ മനുഷ്യരെ ആയിരുന്നു അന്നേരം ഈശോയുടെ കുരിശിന്റെ വഴിയാത്രകളിൽ ഈശോയെ ദ്രോഹിക്കാനായിട്ട് ഉപയോഗിച്ചത്. അവരുടെ കൈകളിലൂടെ ബലം, കരുത്ത്, ക്രൂരത, കഠിന ഹൃദയത്തിന്റെ എല്ലാം മുമ്പില് ഒരു നിസ്സാരയായ ഒരു സ്ത്രീക്ക് കടന്നു ചെല്ലുക അസാധ്യമാണ്. വചനം പറയുന്നത് സ്നേഹം ഭയത്തെ അറിയുന്നില്ല. യഥാർത്ഥ സ്നേഹമുള്ള ഒരു ഹൃദയം ഭയം ശ്രദ്ധിക്കാറില്ല, ഭയപ്പെടാറില്ല. ഭയത്തെ നമുക്ക് ദൂരീകരിക്കണമെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹം വേണം. ആ ഒരു വിശുദ്ധമായ സ്നേഹം വെറോനിക്കയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഇത്രയും ക്രൂരമായ ഹൃദയങ്ങളുടെ കരങ്ങളിലേക്ക് ചെന്ന് വീഴാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു അടിക്ക് ഇല്ല ഇവളുടെ ജീവൻ നഷ്ടപ്പെടുവാനെങ്കിലും അതൊന്നും സ്നേഹം പ്രതിബന്ധത്തെ തരണം ചെയ്യുവാൻ, ശക്തിയോടുകൂടെ മുന്നോട്ട് നയിക്കപ്പെടുവാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ട് സാധിക്കാതെ വന്നപ്പോൾ ദൈവം തന്നെ അവളുടെ ആ പ്രവർത്തനത്തെ, ആ ഒരു പുണ്യത്തെ, അവളുടെ ഹൃദയത്തിന്റെ കടാക്ഷിച്ചു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന
വേദനകളും നിന്ദനങ്ങളും ഒക്കെ പലപ്പോഴും അനുഭവിച്ചു പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം, ഈശോയെ എൻ്റെ പ്രവൃത്തികള് ദൈവത്തിന്റെ കണ്ണുകളിൽ എപ്പോഴും കാണുന്നവയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം ദൈവമേ അവിടുന്ന് തന്നെ എനിക്ക് വേണ്ടി തരും, എനിക്ക് വേണ്ടി ഒരുക്കും, എനിക്ക് വേണ്ടി അതിനു വേണ്ടി അധ്വാനിക്കും. ആ ഒരു പ്രത്യാശയോടുകൂടി നമ്മളുടെ ജീവിത പുണ്യങ്ങള് മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ശക്തമായി ഇടപെടുന്നതും ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുന്നതും ദൈവം നമ്മെ ഉയർത്തുന്നതും എല്ലാം കാണും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, തക്ക സമയത്ത് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് വചനത്തിൽ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു തക്ക സമയം വെറോനിക്കയ്ക്ക് കൊടുത്തു. അവളെ ആ പട്ടാളക്കാരുടെ ഇടയിലൂടെ തന്നെ ഈശോയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയും ഈശോയുടെ തിരുമുഖത്തിന്റെ ആ രക്തം വാർന്നൊഴുകിയ അവസ്ഥയെ പൂർണ്ണമായി ഒപ്പിയെടുക്കുകയും ഈശോയ്ക്ക് ആശ്വാസമായി അവളുടെ സാന്നിധ്യം, സ്നേഹത്തിന്റെ ആ പരിപാലന, ആ ശുശ്രൂഷ ഈശോയ്ക്ക് വലിയൊരു ആശ്വാസമായി നൽകി. അങ്ങനെ ഈ ലോകത്തിന് ഈശോയുടെ ആ മുഖം, ദൈവത്തിന്റെ ആ മുഖം ലോകത്തിലേക്ക് കടന്നു വരും, അല്ലെങ്കിൽ ലോകത്തിന്റെ ആ അറിവ് ലോകത്തിലേക്ക് ആ ഈശോയുടെ മുഖത്തിന്റെ വെളിച്ചം, പ്രകാശം കടന്നു വരുവാനായിട്ട് ആ തുവാലയാണ് ഇന്നും ഈശോയുടെ മുഖത്തെ തിരിച്ചറിയുവാൻ സാധിച്ചത്. നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ വലിയ അനുഗ്രഹങ്ങൾ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഈശോ പറയുന്നില്ലേ, നിന്റെ നഷ്ടത്തിന് വേണ്ടിയല്ല നിന്റെ സഹനം, എല്ലാം നിനക്ക് അനുഗ്രഹവും ക്ഷേമമായ പദ്ധതികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ആ അനുഗ്രഹ സഹനങ്ങളെ സ്വീകരിക്കുമ്പോൾ ഭയമില്ലാതെ അത് വഹിക്കുവാൻ, അല്ലെങ്കിൽ ഭയമില്ലാതെ നേരിടുവാൻ വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ ഭയത്തെ ബഹിഷ്കരിക്കാൻ പറ്റുള്ളൂ. യഥാർത്ഥ സ്നേഹത്തിന് ഒരിക്കലും ഒന്നിനെ ഭയക്കേണ്ട ആവശ്യമില്ല, ലോകത്തെ ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം അവളെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ അവനെ ഭരിക്കുന്നത് സത്യത്തിന്റെ സ്നേഹമാണ്, സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയാണ്, സംരക്ഷണമാണ് എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യമുള്ള വിശുദ്ധ വിശ്വാസം നമ്മളിൽ നിലനിൽക്കുവാൻ, നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ആറാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭക്തിയായ വെറോനിക്ക മിശിഹായെ കാണുന്നു. അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം. പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവർ ഈശോയെ സമീപിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥ ഹൃദയർ അവിടത്തെ കാണും. അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവ്വം തന്റെ തുവാല എടുത്തു, രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി, ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. പ്രവാചകൻ വഴി അങ്ങ് അരുളി ചെയ്ത ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവേ, വെറോനിക്കയെ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര ഞങ്ങളുടെ ഹൃദയത്തിൽ പതിക്കണമേ. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവ്, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതസ്സിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പഠിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുമ്പോ ഈശോ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. പണം, സമ്പത്ത് മൂലം വീണു പോകുന്ന മനുഷ്യര്, സൗന്ദര്യം മൂലം നഷ്ടപ്പെടുത്തിയ ജീവിതങ്ങള്, ലോകത്തിന്റെ പലവിധ സുഖമോഹങ്ങളിലെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് നശിഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കള്, ഇവരൊന്നും ദൈവത്തിന്റെ അനുഗ്രഹ കരങ്ങളിൽ കൂടിയാണ് ഇവരുടെ ജീവിതങ്ങൾ കടന്നുപോയത്. ഇവരെ കടന്നുപോയ അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിന്റെ കരുണയും ദാനമാണ് തിരിച്ചറിയാതെ സ്വന്തം സ്വാർത്ഥതയിലും ഈ ലോകത്തിന്റെ സുഖമോഹങ്ങളിലൊക്കെ ജീവിക്കുമ്പോൾ ഈശോ കൊടുത്ത സഹനങ്ങളും ഈശോ ഒഴുക്കിയ രക്തവും വൃഥാവിലാവുകയാണ്. അതുവഴി പിശാചിന്റെ സാമ്രാജ്യത്തില് വലിയൊരു
ആഘോഷം നിന്ദനത്തിന്റെ, അപമാനങ്ങളുടെ, പരിഹസിക്കുന്നതിന്റെ ആ ആഘോഷങ്ങൾ നടക്കുകയാണ് നമ്മളെ പ്രതി, അങ്ങനെ ജീവിക്കുന്നവരെ പ്രതി. അവിടെ വലിയ അപമാനങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വലിയ അപമാനങ്ങളിൽ കൂടെ ഈശോ നേടിയെടുത്ത രക്ഷയാണ് ഈശോയുടെ പരിശുദ്ധമായ മരണം വഴി നമുക്ക് ലഭിച്ച അനുഗ്രഹം. അത് നമ്മുടെ മരണം പാപത്തിൽ നിന്നും ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാനാണ്. പക്ഷെ ഇന്ന് പാപത്തിൽ നിന്നും പാപത്തിലേക്കും അതികഠിനമായ അടിമത്തത്തിലേക്കും കടന്നു പോകുന്ന ഈ ലോകത്തിന്റെ സുഖങ്ങളിലും സുഭിക്ഷതകളിലും സ്വതന്ത്ര ബുദ്ധിയിലൊക്കെ ജീവിക്കുന്ന സ്വാർത്ഥരായ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് ഈ ഈശോയുടെ ഈ വീഴ്ചകളുടെ, വേദനകളാൽ നിറഞ്ഞ സഹനങ്ങളുടെ യോഗ്യതയാൽ പ്രാർത്ഥിക്കാം. 7-ാം സ്ഥലം. ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. അന്ന് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ പൂഴിയിൽ വീണുപോയി. എന്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല. എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യപാവങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ, അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ ശക്തിയില്ല. ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു. അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 8-ാം സ്ഥലം. ഈശോ മിശിഹ ഓർശ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ എത്രമാത്രം നിസ്സാരരാണെങ്കിലും ഞങ്ങളുടെ ചെറിയ ജീവിതം മൂലം അങ്ങേക്ക് ഉണ്ടായ ആ സ്നേഹത്തിന്റെ സാന്നിധ്യം, ഈശോ അവരെ നോക്കി അനുകമ്പയോടുകൂടെ, അവരുടെ പേർക്ക് അനുകമ്പയോടെ നോക്കി എന്നാണ് പറയുന്നത്. അനുകമ്പ തോന്നി, അവർക്ക് അവരുടെ പേരിൽ അനുകമ്പ തോന്നി. ആ സ്നേഹത്തിൽ നിന്ന് വരുന്ന ആ സ്വഭാവമാണ് അനുകമ്പ. എങ്കിലും ഈശോ പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവൻ, എന്നെ ഓർത്ത് കരയേണ്ട. കാരണം ഇത് ദൈവിക പദ്ധതിയാണ്. ദൈവിക പദ്ധതികൾക്ക് എതിരെ നിൽക്കുവാനോ തടസ്സം നിൽക്കുവാനോ ഇല്ലാതാക്കുവാനോ അത് വിജയം വരിക്കുവാനോ എല്ലാം ദൈവത്തിന്റെ പദ്ധതികളിലുള്ളതാണ്. അതെല്ലാ കാര്യങ്ങളും ദൈവിക കാര്യമാണ്. എന്നാൽ ഇവിടെ ആയിരിക്കുന്ന നിങ്ങളുടെ കടന്നു വരുന്ന കാലങ്ങളുടെ ദുരിതങ്ങളെ തിരിച്ചറിയുക. പ്രത്യേകിച്ച് കാലങ്ങള്, ആ ഒരു കാലങ്ങളാണ് ഈശോ പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയും. ഇന്ന് നമ്മളുടെ വിശ്വാസ മേഖലകളിലുള്ള അവസ്ഥ, ഭൗതിക ദുരിതങ്ങള്, രോഗങ്ങള്, രാജ്യത്തിനെതിരായി നിൽക്കുന്ന അവസ്ഥകള്, ഒരു മനുഷ്യരിലൂടെയും സ്നേഹമില്ല, എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വക്രതയും വഞ്ചനയും നിറഞ്ഞ അവസ്ഥ, മറ്റുള്ളവരുടെ തകർച്ച കണ്ട് ആസ്വദിക്കുന്ന ജീവിതങ്ങള്, രാഷ്ട്രീയവും ഭൗതികവും ആത്മീയവുമായ മേഖലകളെല്ലാം തകർന്ന അവസ്ഥ. ഇവിടെ സാമ്രാജ്യം വെട്ടിപ്പൊളിക്കുന്നത് മുഴുവനും പിശാചിന്റെ ഏറ്റവും ശക്തമായ കരങ്ങളാവുമ്പോൾ ഈശോ മറ്റെന്താണ് നമ്മളോട് പറയാൻ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത്, നിങ്ങളുടെ രാജ്യങ്ങളെ ഓർത്ത്, നിങ്ങളുടെ ദേശങ്ങളെ ഓർത്ത്, നിങ്ങളുടെ സഭകളെ ഓർത്ത്, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ഓർത്ത്, നിങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത്, നിങ്ങളുടെ ആയിരിക്കുന്ന മണ്ണിനെ ഓർത്തൊക്കെ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകരുണയില് ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ എന്ന ആഹ്വാനമാണ് നൽകുന്നത്. നമ്മളോടും
ജെറുസലേം പുത്രികളോട് പറയുന്ന അതേ കാര്യം തന്നെയാണ് നമ്മളോടും പറയുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ദേശത്തിന് പ്രാർത്ഥിക്കാറുണ്ടോ? രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? പലപ്പോഴും നമ്മൾ മറന്നും വിട്ടും പോകുന്ന അവസ്ഥകളാണ്. അത്യാവശ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, ആവശ്യം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. ഈ ഒരു അവസ്ഥ അതിജീവിക്കണമെങ്കിൽ ഇനി കടന്നു വരുന്ന ദുരിതങ്ങള്, യുദ്ധത്തിന്റെ മേഖലകൾ കൂടി ഈ ലോകത്തില് രാജ്യങ്ങളിലൊക്കെ കടന്നു വരുന്ന ഭീകരമായ തകർച്ചകളുടെ മുന്നില് നമ്മളുടെ പ്രാർത്ഥനയും നമ്മുടെ പരിത്യാഗവും ഈശോയോടുള്ള ശരണവും മാത്രമാണ് നമുക്ക് ആശ്രയം. ആ ഒരു കൃപ നേടിയെടുക്കുവാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എട്ടാം സ്ഥലം ഈശോ മിശിഹ ഓറസ് നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുറിച്ച് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഓറസ്ലത്തിന്റെ തെരുവുകൾ ശബ്ദമായി. പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സൈത്തിൻ കൊമ്പുകളും ജയ്വിളികളും. അവർ കണ്ണുനീർ കോർത്ത് കരഞ്ഞു. അവരുടെ സഹതാപപ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓറസ്ലം ആക്രമിക്കപ്പെടും. അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്നു മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. എളിയവരുടെ സങ്കേതമായ കർത്താവെ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ ദാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാവങ്ങൾ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെട്ട് ഞങ്ങളെ രക്ഷിക്കണം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുള്ളമ്മേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കർത്താവിന്റെ തിരുവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 9ാം സ്ഥലത്ത് വെച്ച് ഈശോ 3-ാം പ്രാവശ്യം വീഴുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആത്മാക്കളുടെ നാശം, അത് പാപങ്ങളെ കുറിച്ച് അനുതാപമില്ലാതെ മരണപ്പെട്ടു പോകുന്ന ഓരോ ആത്മാക്കൾക്കും പിന്നെ ഒരു സമയമില്ല, പിന്നെ ഒരു തിരിച്ചുവരവില്ല. പാതാളം അങ്ങേ സ്തുതിക്കുന്നില്ല. മരിച്ചു പോകുന്നവർ ഒരിക്കലും ദൈവത്തെ പിന്നീട് സ്തുതിക്കാനോ ആരാധിക്കുവാനോ സാധിക്കില്ല. കാരണം അവന്റെ എല്ലാ അവസരങ്ങളും കഴിഞ്ഞു, എല്ലാ സമയങ്ങളും കഴിഞ്ഞു. പിന്നീട് അവന്റെ വിധിയാണ്, അവന്റെ ആത്മാവ് വിധിക്കപ്പെടുന്ന സമയം. അപ്പോ അവിടെ എല്ലാ ആത്മാക്കളുടെ മുമ്പിലുള്ള എല്ലാ പാപകടങ്ങളെ ഓർത്ത്, പാപത്തിന്റെ ഭീകരത എന്ന് പറഞ്ഞാല് നമ്മുടെ ആത്മാവിനെ പിച്ചു ചീന്തുന്ന അവസ്ഥ, ഏറ്റവും ഭീകരമായ, നമുക്ക് ഒരിക്കലും നമുക്ക് മരണമില്ലാത്ത ഒരു തീയിലേക്ക് എറിയപ്പെടുന്ന അവസ്ഥ. ഏൽക്കുമ്പോഴും നമ്മൾ മരിക്കുന്നില്ല. മരണം എന്ന് പറയുന്ന ഒരു ആശ്വാസമായി ആഗ്രഹിക്കുന്ന ഒരു സമയം. അപ്പം അങ്ങനെ ഒരു വലിയൊരു തീവ്രമായ, നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത സഹനമാണ് നരകത്തിൽ ഓരോ ദിവസവും സംഭവിക്കുന്നത്. ഓരോ നിമിഷവും മരിക്കുന്ന മനുഷ്യരുടെ എണ്ണം വളരെ വലുതാണ്. പക്ഷെ അവരുടെ ആത്മാവ് ദൈവസന്നിധിയിൽ ഇടം കണ്ടെത്തേണ്ടത് അതിനു വേണ്ടിയാണല്ലോ ഈശോ ഇത്രമാത്രം സഹിച്ചത്. വെറുതെ ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് ആത്മാർത്ഥമായി ഏറ്റെടുത്ത ഈ സഹനങ്ങളെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ ആഗ്രഹമില്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നരകമല്ലാതെ മറ്റൊന്നും ലഭിക്കില്ല.
കാരണം ഒരു മനുഷ്യന്റെ പരിശുദ്ധമായ ആത്മാവാണ് ദൈവം നിക്ഷേപിച്ചത്. പക്ഷെ അവൻ ജീവിച്ച് ഏറ്റവും ദുരാശകളുടെ ദുഷ്ടതയുടെ ആത്മാവായി ഈ ലോകത്തില് സമ്പാദിച്ചു കൂട്ടിയ തിന്മകളും പാപങ്ങളും മാത്രമാണ് അവന്റെ സമ്പാദ്യമെങ്കിൽ അവന്റെ നിത്യനാശം, അവളുടെ നിത്യനാശം ഏത് കാരണം കൊണ്ടായാലും നരകം തന്നെയായിരിക്കും. അപ്പോൾ മനുഷ്യന്റെ ആത്മാവിന്റെ വില മരണത്തോടെയാണ് തിരിച്ചറിയുന്നതെങ്കിൽ അവിടെ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും സാധിക്കുക? അവന്റെ പാപഭാരം അവനെ നിത്യനരകത്തിലേക്ക് വലിച്ചിഴക്കും. ഇവിടെ എല്ലാം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കും. ദൈവമേ, ഓരോ പാപം ചെയ്യുമ്പോഴും, ശരീരത്തിൽ ഏത് പാപം ചെയ്യുമ്പോഴും അത് ആത്മാവിലാണ് ആഴമായ, ഒരിക്കലും മുറിയാത്ത, ഉണങ്ങാത്ത മുറിവായി കിടക്കുന്നത്. ആ മുറിവ് ഒരിക്കലും നമുക്ക് സൗഖ്യപ്പെടുത്താൻ പറ്റില്ല. അതിനു വേണ്ടിയാണ് അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യപ്പെട്ടു എന്ന് പറയുന്ന വചനം, യെശയ്യാ വചനത്തിൽ കൂടി പറഞ്ഞത്. അവന്റെ ക്ഷതങ്ങൾ, അവന്റെ മുറിവുകളാണ് നമ്മളെ സൗഖ്യപ്പെടുത്തിയത്. ഇതൊന്നും തിരിച്ചറിയാതെ മരണം വരെ ജീവിച്ച് ഈ ലോകത്തിലെ പാപത്തിന്റെ ഏറ്റവും വലിയ ഭാണ്ഡങ്ങളോടുകൂടെ മരണപ്പെട്ടു പോകുന്ന ഓരോ ആത്മാക്കളെയും പ്രതി, നമ്മുടെ കുടുംബങ്ങളിലും പൂർവികരെ സഹായിച്ചവര്, സ്നേഹിച്ചവര്, ദ്രോഹിച്ചവര്, നമ്മൾക്ക് സഹായികളായിരുന്നവര്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവര്, പ്രവർത്തിച്ചവര്, നമുക്ക് അനുഗ്രഹമായി നിന്നവര്, കര, കടൽ, ആകാശം എന്നീ മേഖലകളില് പലവിധ യുദ്ധങ്ങളിൽ ഇന്നുവരെ മരണപ്പെട്ടു പോയവര്, ദുരൂഹതയുടെ മരണങ്ങൾ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളില് ഓരോ കുഞ്ഞുങ്ങളും ഭീകരമാവിധം റേപ്പ് ചെയ്യപ്പെടുമ്പോൾ, ഓരോ കുടുംബജീവിതങ്ങളും ഛിന്നം ഭിന്നമായി നശിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ എല്ലാം ഈശോ തകർന്നു പോകുന്ന വേദനയോടെ വീണ ഈ വേദനയുടെ യോഗ്യതയായ കർത്താവേ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 9-ാം സ്ഥലം. ഈശോ 3-ാം പ്രാവശ്യം ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ആരാധിക്കുന്നു. രക്ഷിച്ചു. മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി. തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് പതിക്കുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോയാവുന്നു ഞാൻ എന്ന് ശാമൂലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ, അങ്ങേ പീഡകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു. എങ്കിലും ജീവിതഭാര നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു. പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേ ഓർത്തു സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. എന്തെന്നാൽ എന്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുഖങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലത്ത് വെച്ച് ഈശോയുടെ പരിശുദ്ധമായ ശരീരം സ്വർഗം അതിപൂജ്യമായി കാണുന്ന ദൈവത്തെ, ഏറ്റവും ഉന്നതനായ ദൈവത്തെ, സർവമാലാഖമാരും കരൂബുകളും സർവ വിശുദ്ധരും സർവപുണ്യജീവിതങ്ങളും എല്ലാം അനവരതം ഹല്ലേലൂയ ഹോസാന എന്ന് പാടി സ്തുതിച്ച് ആരാധിക്കുന്ന ദൈവപുത്രനെ ഈ ലോകത്തില് നഗ്നനായി കാണുന്ന അവസ്ഥ, ആ നഗ്നത ഈ ലോകത്തിന്റെ നഗ്നതയാണ്, ഈ ലോകത്തിന്റെ പാപത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈശോ തന്റെ ശരീരത്തിൽ നിന്നും വസ്ത്രം ഉരിഞ്ഞെടുക്കുവാൻ, ഈശോയുടെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചവർ പോലും സൗഖ്യം പ്രാപിച്ച ദൈവവചനം നമ്മളെ ഈ സമയം ഓർമ്മിപ്പിക്കുമ്പോൾ, ഈശോയുടെ ശരീരത്തിൽ നിന്നും വസ്ത്രം
കീറിപ്പറിച്ച് ആ രക്തത്തോടുകൂടെ മുറിവുകളോടുകൂടെ ഒട്ടിപ്പിടിച്ച അവസ്ഥയില് ആ മുറിവുകളും രക്തവും ഒക്കെ വീണ്ടും അവിടുന്ന് പൊട്ടിപ്പുറപ്പെടുവാൻ, മുറിവുകള് കൂടുതൽ വ്രണതമാകുവാനൊക്കെ ഇടയാക്കിയ ആ അവസ്ഥയിലിരിക്കുന്ന ഈശോയുടെ ഏറ്റവും സഹനത്തിന്റെ അവസ്ഥയില് ആ വസ്ത്രം വലിച്ചു കീറിയെടുക്കുമ്പോഴേക്കും ഈശോ അനുഭവിച്ച വേദന അതിഭയാനകമാണ്. നമ്മളൊക്കെ ഹോസ്പിറ്റലുകളൊക്കെ ഒരു മുറിവുകളോടോ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് കുഞ്ഞു വേദന, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു വേദന സംഭവിക്കുന്നുള്ളൂ. കാരണം ഈശോ ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഏറ്റവും വേദനയോടുകൂടെയാണ് ഈശോയുടെ മുറിവുകള് ശരീരത്തിൽ ഒരിടം പോലും ഇല്ലാത്ത വിധത്തിൽ എല്ലായിടവും മുറിഞ്ഞ് വ്രണിതമായ ശരീരമാണ്. ആ ശരീരത്തിൽ നിന്നാണ് ഈ വസ്ത്രം, ഈശോയുടെ വസ്ത്രം ഒഴിഞ്ഞു മാറ്റുന്ന ആ സഹനം അതിഭയാനകമാണ്. പക്ഷെ അത് കണ്ടു നിന്നവരത് ആസ്വദിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുമ്പോ ഈ ലോകത്തിലുള്ള നഗ്നത നിറഞ്ഞ ജീവിതങ്ങള്, ഈ ജഡിക സുഖങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യര്, ശരീരത്തെ വിറ്റ് കാശാക്കുന്ന മനുഷ്യര്, ശരീര സൗന്ദര്യത്തിന് വേണ്ടി എന്ത് വില കൊടുത്ത് ഇന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ ശരീര പ്രദർശനം നടക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, ലൈംഗികതയുടെ ഏറ്റവും മ്ലേച്ഛമായ ജീവിതം നയിക്കുന്നവര്, പരസ്യമായി ലൈംഗികതയെ പ്രദർശിപ്പിക്കുന്നവര്, ദൈവത്തിന്റെ പരിശുദ്ധമായ കിടപ്പറകളും പോലും ഇന്ന് ലോകത്തിന്റെ പ്രദർശന വസ്തുക്കളാക്കി മാറ്റി ജീവിച്ചത് മറ്റുള്ളവർക്ക് ആസ്വാദ്യവും അപകടവുമാക്കി മാറ്റുന്നു എന്ന് തിരിച്ചറിയാതെ ഈ ലോകത്തിന്റെ ഏറ്റവും കഠിനമായ സൊദോം ഗൊമോറയുടെക്കാൾ അതിനേക്കാൾ ഭയാനകമായ ജീവിത ശൈലിയിലേക്ക് ഇന്ന് ദമ്പതികളുടെ ഇടയിൽ പോലും ബാർട്ടർ സമ്പ്രദായം പോലെ, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ദമ്പതികള്, പുരുഷന്മാര് മറ്റു സ്ത്രീകൾക്ക് കാഴ്ചവെക്കപ്പെടുന്നത്, അതുപോലെ തന്നെ സ്ത്രീകള് ഓരോ ഫ്ലാറ്റുകളില്, ഓരോ വീടുകളില്, ഓരോ വ്യക്തിബന്ധങ്ങളില്, സുഹൃത്ത് ബന്ധങ്ങളില് കൈമാറ്റം ചെയ്യപ്പെടുന്ന കപ്പിൾസ് ഇന്ന് വർദ്ധിച്ചു വരുന്ന അവസ്ഥയാണ് ഇന്ന് എല്ലാ ദേശങ്ങളിലും രഹസ്യമായി നടക്കുന്ന പാപബന്ധനങ്ങള്, അതിന്റെയൊക്കെ അടിമത്തങ്ങൾ, അതുവഴി വരുന്ന കുടുംബ പാരമ്പര്യങ്ങളെ കൂടിക്കടന്നു വരുന്ന പാപബന്ധനങ്ങളുടെ ചങ്ങലകൾ അതിഭീകരമാണ്. മനുഷ്യരുടെ കരങ്ങൾ കൊണ്ടോ ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ സമ്പത്ത് കൊണ്ടോ കഴിവുകൊണ്ടോ ഒരിക്കലും അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഭീകരമായ അടിമത്തത്തിലേക്ക് നഗ്നതയുടെ അല്ലെങ്കിൽ ജഡത്തിന്റെ ദുർവ്യാപാരങ്ങളുടെ മുമ്പില് ഈശോ ഇതിനേക്കാൾ മറ്റ് ഏത് സഹനമാണ് മനുഷ്യകുലത്തിന് വേണ്ടി നൽകുവാനായിട്ട് ഉള്ളത്? നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജഡത്തിന്റെ മേലധികാരം വെച്ച് ജീവിക്കുന്ന പൈശാചിക ശക്തികളുടെ അടിമത്തത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും മാനസാന്തരത്തിന്റെ മേൽ കർത്താവേ സ്വർഗീയ ശക്തി ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 10-ാം സ്ഥലം. ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഒരുങ്ങിയെടുക്കുന്നു. ഈശോ മിശിഹായെ ആരാധിക്കുന്നു. എന്തോടെ ലോകത്തെ രക്ഷിച്ച് ഗാഗുൽത്തായിൽ എത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറ കലർത്തിയ വീഞ്ഞു കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4ആയി ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്ക് ലഭിക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാമെന്ന് അവർ പരസ്പരം പറഞ്ഞു. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എന്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ അന്വർത്ഥമായി. രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്നായനുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാവണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളോട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, എന്നെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവം പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലത്ത് വെച്ച് ഈശോമിശിഹായുടെ കൈകളിലും കാലുകളിലും ആണി, ഏറ്റവും ഭീകരമായ ആ ശരീരം തറഞ്ഞു നിൽക്കണമെങ്കിൽ ഒരു വസ്തു
ഹാങ് ചെയ്യുമ്പോൾ അതിന്റെ ഭാരം നോക്കണം, അതിന്റെ നീളവും അതിന്റെ വെയിറ്റും എല്ലാം നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം അത് താഴെ വീഴും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും 33 വയസ്സുകാരനായ ആരോഗ്യ ദൃഢഗാത്രനായ അത്രയും ഉയരവും വണ്ണവും ഒക്കെ ഉള്ള മനുഷ്യനെ ഈ 3 ആണികൾ എങ്ങനെയാണ് താങ്ങി നിർത്തുക? അപ്പോ അത് അതിഭയാനകമായ സഹനം. ഒരു ആണി ഈശോയുടെ ഒരു കൈയില് തറച്ചു വെക്കുമ്പോൾ മറ്റേ കൈ വലിച്ചു നീട്ടി ആണിപ്പഴുതിലേക്ക് വലിച്ചു നീട്ടിയപ്പോ ആ 2 കൈകളും അനുഭവിച്ച വേദന ചങ്ക് പറഞ്ഞു പോകുന്ന വേദനയാണ്. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത വേദനയാണ്. ഈശോയുടെ ആ 24 മണിക്കൂറും കടന്നുപോയ ഓരോ വേദനയുടെ ഏറ്റവും ഓരോ കുഞ്ഞു സെക്കൻഡുകൾ പോലും, ഒരു അര സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തില് നമുക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തില് ഉള്ള വലിയ കഠിനമായ സഹനങ്ങളാണ് ഈശോ നമുക്ക് വേണ്ടി, നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ഏറ്റവും വാത്സല്യത്തോടുകൂടെ ഈശോ അത് സ്വീകരിച്ചത്. ഓരോ വേദനകൾ സഹിക്കുമ്പോഴും നമ്മുടെ മുഖം, നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ ദേശം, നമ്മുടെ സഭ എല്ലാം വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി ഈശോ കൈകളും കാലുകളും ഇങ്ങനെ വിട്ടുകൊടുക്കുകയാണ്. ഒരു മനുഷ്യനാണ്, പച്ചയായ മനുഷ്യൻ. പച്ചയായ മനുഷ്യര് ചെയ്ത ഏറ്റവും വികൃതമായ ആത്മാവും ശരീരത്തെയും ഈശോ തന്നെ തന്റെ പച്ചയായ മനുഷ്യന്റെ ആ ശരീരത്തിൽ അനുഭവിച്ച സഹനങ്ങള് എണ്ണി എണ്ണി ചിന്തിച്ചു കഴിഞ്ഞാല്, നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാല് നമുക്കത് നമ്മൾ ചങ്ക് പൊട്ടി മരിച്ചു പോകും. അതുപോലെയുള്ള വേദനയാണ് ഈശോ ആ മണിക്കൂറുകളിൽ കൂടെ കടന്നുപോയത്. ആ ആണിപ്പഴുതിലേക്ക് വലിച്ചു നീട്ടുമ്പോൾ ഈശോയുടെ കൈകള്, ഞരമ്പുകള്, രക്തധമനികള്, ശിരസിലേന്ന് ഉള്ളം, കാല്, കൈ ഒക്കെ എത്രമാത്രം വേദനയാണ് ആ സംഭവം, ആ സമയങ്ങള് കടന്നുപോയത്. ഈശോയുടെ കൈകളിലേക്ക് ആ ആണി തറക്കുമ്പോ, ആ ആണി തറച്ചു കയറ്റുമ്പോഴെല്ലാം ഈശോ അനുഭവിച്ച മഹാപീഡകളുടെ യോഗ്യതയാല ദൈവമേ, കഠിനവും കിരാതവുമായ ഈ കാലഘട്ടത്തിന്റെ ലോക വ്യാപാരങ്ങളെ, ദൈവിക ചിന്തകളെ നിന്ദിക്കുവാൻ, നിഷേധിക്കുവാനും ഇന്ന് വരെ നടത്തിയിട്ടുള്ള എല്ലാ ദുഷ്ടപ്രവർത്തനങ്ങളെയും ഈ ലോകത്തിന്റെ സമ്പന്നതയിലും ശാസ്ത്രത്തിലും ലോകചിന്തകളിലും ബുദ്ധികളിലും ശക്തിയിലും ഒക്കെ നിലനിൽക്കുമെന്ന് ചിന്തിക്കുന്ന ദുർവ്യാപാരങ്ങളെ, ദുഷ്ടതയുടെ പദ്ധതികളെല്ലാം കർത്താവെ, അങ്ങയുടെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും അനുഭവിച്ചിട്ടുള്ള എല്ലാ സഹനങ്ങളുടെ യോഗ്യതയാല് നിർവീര്യമാകുവാൻ, നിഷ്കാസനം ചെയ്യപ്പെടുവാനും അങ്ങയുടെ മഹത്വത്തിന്റെ സഹനങ്ങളുടെ യോഗ്യതയാല് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 11-ാം സ്ഥലം. 11-ാം സ്ഥലം. കുരിശിൽ തറയ്ക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രക്ഷിച്ചു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ കർത്താവേ, സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദ്വേഷിച്ചു. യജമാനേക്കാൾ വലിയ ഭൃത്യനില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട തരണമേ. ഞങ്ങളോട് പോലെ നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ഉറപ്പിക്കണമേ. 12-ാം സ്ഥലത്ത് വെച്ച് ഈശോ കുരിശുമേൽ തൂങ്ങി മരിക്കുന്ന സമയമാണ്. മണിക്കൂറുകളോളം ഈ കൈകളും കാലുകളും, നമുക്കറിയാം, 2 കൈയും ഓരോ ആണിയിലാണെങ്കിൽ കാല് ഒരു ആണിയിലാണ്.
രണ്ട് കൈകളും ഒരേ ആണികളിൽ തറയ്ക്കപ്പെട്ടപ്പോഴും രണ്ട് കാലും ഒരാണിയിൽ തറയ്ക്കപ്പെടുന്ന വേദന, അതും പാദങ്ങളെ തുളച്ചു കയറിയ വേദന, അത് നമ്മുടെ ആ കാൽപാദങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ്. ഒരു ശ്വാസം എടുക്കണമെങ്കിൽ പോലും നമ്മളത് ശ്വസിക്കുന്നത് കൊണ്ടോ നിശ്വസിക്കുന്നത് കൊണ്ടോ നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഓരോ ശ്വാസവും ഉള്ളംകാലിൽ കൂടിയുള്ള ശക്തിയാലും സഹായത്താലുമാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് ദൈവം. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഘടനകളെ അത് അത്രമാത്രം സഹിക്കണം എന്നുള്ള ഒരു വലിയ, ആ കാലഘട്ടത്തിന്റെ ഏറ്റവും ക്രൂരമായ മരണമാണ് കുരിശുമരണം. ഏറ്റവും ക്രൂരമായ മരണം. അപ്പോ അതുപോലത്തെ അത്രമാത്രം ശാപം ഏറ്റെടുത്ത ഒരു വ്യക്തിയെയാണ്, അല്ലെങ്കിൽ അത്രമാത്രം പാപം ചെയ്ത ഒരു വ്യക്തിയെയാണ് ആ കുരിശുമരണത്തിന് ഉപയോഗിക്കുന്നത്. കുരിശുമരണത്തിന് ക്രൂരമായ കൊലപാതകമാക്കി മനുഷ്യനെ കൊന്നുകളയുന്നത്. അപ്പോ ആ പാപം അങ്ങനെ ആ തലയോടിടം എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ചത് സംഭവിക്കുമ്പോൾ അനേകം മക്കള് ഇതുപോലെ ഇത്രയും ഈ ഒരു അവസ്ഥയിലുള്ള മരണം കടന്നു പോയിട്ടുണ്ടെങ്കിലും ആ ശരീരങ്ങളൊന്നും യഥാർത്ഥത്തിൽ പാപത്തിന്റെ ശരീരമായിരുന്നു. പക്ഷെ ഇവിടെ പരിശുദ്ധമായ ശരീരമാണ്. ഇതിനു മുമ്പ് കുരിശുമരണം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ മരണത്തിന്റെ യോഗ്യത ഉണ്ടായിരുന്നില്ല. ആ മരണം വഴി ലോകത്തിനൊന്നും സംഭവിച്ചില്ല. പക്ഷെ ആ കുരിശില് ഈശോ കയറി, ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ അത് വലിയൊരു വിജയമായി മാറി. പക്ഷെ സാത്താൻ വിചാരിച്ചത് ഈശോ ഈ ഒരു മരണത്തോടുകൂടെ എല്ലാം എൻ്റെ കയ്യിൽ ഒതുങ്ങുമെന്നാണ്. പക്ഷെ അവിടെ അവന് തെറ്റുപറ്റി. അവന്റെ കയ്യിൽ നിന്നെല്ലാം ചോർന്നു പോയി, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരവസ്ഥയായി. കാരണം ഇതിനു മുമ്പ് വരെ മരണപ്പെട്ടു പോയ മനുഷ്യന്റെ മരണത്തെ അവൻ കണ്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ ഈശോയുടെ മരണത്തെ കണ്ടവന് ആസ്വദിക്കാൻ പറ്റുന്നില്ല. കാരണം അവന് മനസ്സിലായി തുടങ്ങി ഇത് എനിക്ക് തന്നെ കെണിയായി മാറുമെന്ന്. പക്ഷേ അതൊരു വലിയൊരു അനുഗ്രഹമാക്കി നമുക്ക് വേണ്ടി ഈശോ സഹിച്ചു. ആ മണിക്കൂറുകളോളം ആ ഭീകരമായ ആ മലയുടെ മുകളിലാണ്. ഒരു തണവില്ല, ഒരു തുള്ളി വെള്ളമില്ല, ഒരു സ്നേഹത്തിന്റെ തരിമ്പ് പോലും ഇല്ലാത്ത ആ മല, ഏറ്റവും ഭയം ജനിപ്പിക്കുന്ന മനുഷ്യരെ കൊന്നുതള്ളുന്ന സ്ഥലം, അവിടെ ഒരു ഭീകരതയും ശൂന്യതയും അന്ധകാരവും നിറഞ്ഞ സ്ഥലത്ത് പരിശുദ്ധനായ ദൈവം രണ്ട് പാപികളുടെ നടുവില് അതിനേക്കാൾ വലിയൊരു പാപിയായി മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കൊല ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഈശോ നമുക്ക് വേണ്ടി മരണപ്പെടുകയാണ്. ആ കിടപ്പിൽ തന്നെ എത്ര കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തു തന്നത്. അവസാന മണിക്കൂറുകളിലൂടെ പറഞ്ഞു പോയ എത്രയോ വചനങ്ങൾ, നമുക്ക് ഒരു വാക്ക് പോലും ഉച്ചരിക്കുവാൻ ശക്തി ഇല്ല ശരീരത്തിന്, എന്നിട്ട് പോലും ഈശോ എത്ര കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചു. അവസാനം ക്ഷമയുടെ ഏറ്റവും മനോഹരമായ പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഇത്രയും തെറ്റ് ചെയ്തിട്ടും വളരെ സ്നേഹത്തോടുകൂടെ പിതാവിനോട് നമുക്ക് വേണ്ടി പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ആകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ ആഴമളക്കാൻ ഇന്നും മനുഷ്യരുടെ ഹൃദയങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഇന്നും മനുഷ്യരുടെ ഹൃദയങ്ങൾ ദൈവത്തിനെതിരെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നമ്മുടെ ജീവിതങ്ങളിലെ, വ്യക്തികളിലെ, കുടുംബങ്ങളിലെ, സഭകളില് ഇതെല്ലാം മനസ്സിലാക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങണം. സ്വർഗത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഓരോ മനുഷ്യരെയും ഭരിക്കണം. ജോയാൽ പ്രവാചകൻ പറയുന്ന പോലെ എല്ലാവരിലും അവിടുത്തെ ആത്മാവിനെ വർഷിക്കും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ മരണത്തിന്റെ യോഗ്യതയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. 12-ാം സ്ഥലം. 12-ാം സ്ഥലം. ഈശോ മിശിഹാ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും അവിടുന്ന് അരുളി ചെയ്തു. 12 മണി സമയമായിരുന്നു. എൻ്റെ പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു. 3 മണിവരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല നടുവെ കീറിപ്പോയി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു.
ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടു നിന്നിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും, ഞാനും ഒരു ദിവസം മരിക്കും എന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. എൻ്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. സ്വർഗസ്നായുള്ള പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്നായിട്ട് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ സമയത്തും കർത്താവെ അനുഗ്രഹിക്കണമേ. രക്ഷിതനായ കർത്താവിന്റെ തിരുമുറുകൾ ഞങ്ങളുടെ പഠിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലത്ത് വെച്ച് ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ നേരെ നോക്കിയാണ്. നമ്മുടെ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിലെ പരിശുദ്ധ അമ്മ തന്റെ തിരുക്കുമാരനെ കൈകളിൽ എടുത്തുകൊണ്ട് വിഷ്വല് നമ്മൾക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ തീർച്ചയായും അമ്മ മകനെ നോക്കുന്നതിനേക്കാൾ അധികമായി ഈ ലോകത്തിലേക്കാണ് നോക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ചങ്കിലേക്കാണ് നോക്കുന്നത്. ഇതാ നിന്റെ രക്ഷകൻ, ഇതാ നിനക്ക് വേണ്ടി മുറിവേറ്റ് നിന്റെ പാപങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കിയ എൻ്റെ പ്രിയമകൻ. നമുക്കറിയാം, നമ്മുടെ സ്വന്തം നമ്മുടെ മക്കള് പാപം ചെയ്താൽ പോലും ക്രൂരരുടെ കൈകളിൽ ഏറ്റവും ദുർമരണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ട്, അല്ലെങ്കിൽ ദുർഘടമായ ഒരു പീഡ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ആക്സിഡന്റുകൾ സംഭവിക്കാൻ, നമുക്ക് ആ കാഴ്ച കാണുക എന്ന് പറയുന്നതിന് നമ്മുടെ ജീവൻ പകുതി പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മണിക്കൂറുകളോളം ഈശോയുടെ കൂടെ സഞ്ചരിച്ച ഒരമ്മയും കൂടി ആയിരുന്നു പരിശുദ്ധ മറിയം. ആ വേദനയുടെയും നിന്ദനത്തിന്റെയും അപമാനങ്ങളുടെയും ക്രൂരത മുഴുവനും കണ്ട് ചങ്ക് പിടഞ്ഞ വേദനയില് മരണം തന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് സ്വന്തം മകന് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ സാധിക്കുന്നില്ല, ഒരു ആശ്വാസം വാക്കോ ഒരു സ്പർശനമോ ഒന്നും കൊടുക്കുവാൻ സാധിക്കാത്ത വിധത്തില് ഏറ്റവും ദുരിതമുള്ള, ഏറ്റവും കഠിനമായ സഹനങ്ങളുടെ ആഴമായ ആഴക്കടല് മുങ്ങിത്താണു പോയ ഒരമ്മയാണ് പരിശുദ്ധ മറിയം. ആ അമ്മയുടെ മടിയിലേക്ക് മരണം കഴിഞ്ഞ് ആ മകനെ കൊടുക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ എവിടെ നിന്നാണ് ഊർജവും ആ ശക്തിയും, ആ മകനെ 33 വയസ്സുകാരനായ ഈശോയെ താങ്ങുവാൻ എവിടെ നിന്നാണ് ശക്തി ഉണ്ടായത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈശോയുടെ ഈ സഹനങ്ങളെ കണ്ട് ഞാൻ ഒരിക്കല് പിതാവായ ദൈവത്തോട് വഴക്കുകൂടിയപ്പോ പിതാവായ ദൈവം പറയുന്നു, എൻ്റെ മോളെ, ഞാൻ അവനോടൊപ്പം തന്നെയായിരുന്നു. എൻ്റെ മകനോടൊപ്പം ഞാനും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത്. എങ്കിലും ആ ശരീരത്തിലാണ് ദൈവത്തിന്റെ പദ്ധതികൾ പൂർത്തീകരിക്കേണ്ടത്. ഈ ശരീരത്തിൽ കൂടിയാണ് നമ്മൾ അനുഭവിച്ച അനുഗ്രഹങ്ങളൊക്കെയും. അതുകൊണ്ട് ഓരോ സഹനങ്ങളും പിതാവിന് കിട്ടുന്നുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് സഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈശോയാണ് ആ ബലി അർപ്പിച്ചത് നമുക്ക് വേണ്ടി. ഈശോയുടെ അനുഗ്രഹ ബലി വഴിയാണ് നമ്മൾ സ്വീകരിക്കുന്ന അനുഗ്രഹങ്ങളായതുകൊണ്ട് അവിടെ പരിശുദ്ധ അമ്മ തന്റെ മകനെ കയ്യിലെടുക്കുമ്പോഴും പിതാവായ ദൈവം അമ്മയുടെ കരങ്ങളെ ശക്തിപ്പെടുത്തി, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയെ ശക്തിപ്പെടുത്തി. വെറുതെ ഒന്നും സംഭവിച്ചിട്ടില്ല. സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങിയാണ് പരിശുദ്ധ അമ്മയും സഹനങ്ങളെ ഉൾക്കൊണ്ടത്, സഹിച്ചു കടന്നുപോയത്. അവിടെ എല്ലാം അമ്മയുടെ ആ അനുഗ്രഹ പുണ്യങ്ങളെ ഇന്നും നിന്ദ്യമായി കരുതുന്ന എത്രയോ ഹൃദയങ്ങള്, സമൂഹങ്ങള്, സംഘടനകള്, കൂട്ടായ്മകളൊക്കെ ഇന്നുണ്ട്. പക്ഷെ അമ്മയുടെ കരബലം സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. അമ്മയുടെ ഹൃദയവിശുദ്ധി സ്വർഗത്തിന്റെ ധനമാണെന്ന് തിരിച്ചറിയുവാനും ആ പരിശുദ്ധ ബലിപീഠത്തെ നിന്ദിക്കുകയും അവഹേളിക്കുകയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും, സമൂഹങ്ങളെയും, സഭകളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. 13-ാം സ്ഥലം. 13-ാം സ്ഥലം.
ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോയായ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബതമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂദന്മാർ പറഞ്ഞു. എന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു. തന്മൂലം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണ്ണങ്കാലുകൾ തകർത്ത് ശരീരം താഴെ ഇറക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്ന് മിശിഹായോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കണ്ണങ്കാലുകൾ തകർത്തു. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണ്ണങ്കാലുകൾ തകർത്തില്ല. എങ്കിലും പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി. ഏറ്റവും വ്യാകുലയായ മാതാവേ, അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. ഇപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ നിമിഷങ്ങളിൽ ഞങ്ങളെ ദയപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. സ്വർഗസ്നായ രാജ്യം നിങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. വേണ്ടി ആഹാരം ഞങ്ങളോട് ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. അമ്മേ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി അമ്മേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പഠിപ്പിച്ചുറപ്പിക്കണമേ. 14 സ്ഥലത്ത് വെച്ച് യേശുമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്ന സമയം, മുഖമായ ആ സമയം ഏറ്റവും അനുഗ്രഹദായകമായ മനുഷ്യന്റെ മരണത്തിന്റെ സമയത്തെയാണ് ഈശോ നമുക്ക് വേണ്ടി ഒരുക്കിയത്. കാരണം എല്ലാവരും സുഭിക്ഷമായ അവസ്ഥയില് വലിയ ആഘോഷത്തോടുകൂടെയാണ് മരണത്തിന്റെ ഏറ്റവും പാപാവസ്ഥയിലാണെങ്കിൽ പാപമില്ലാത്ത അവസ്ഥയിൽ സാധിക്കുന്ന അത്രയും മരണപ്പെട്ടു പോകുന്ന വ്യക്തിയോട് സഹകരിച്ച് ആ വ്യക്തിക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. കാരണം പിന്നീട് ആ വ്യക്തിക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. പരിശുദ്ധ ദൈവത്തിന് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയില് ഒരു നിസ്സഹായതയുടെ ഏറ്റവും ദരിദ്രയായ ഒരു അമ്മ, അതുപോലെ ഈശോയ്ക്കും കടം വാങ്ങിച്ച കല്ലറയിൽ ഒരു ദരിദ്രനെ പോലെ ജനിച്ചു, ജീവിച്ചു, മരണപ്പെട്ടു. ഇതെല്ലാം സർവശക്തന്റെ കൈകളിൽ ഒതുങ്ങുന്നതാണെങ്കിൽ പോലും, അധികാരത്തിലാണെങ്കിൽ പോലും, അതെല്ലാം മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിട്ടുതന്നത് നമ്മുടെ ജീവിതത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. നമ്മുടെ ജീവിതം ഏത് തരത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് തരത്തിൽ വേണമെങ്കിലും അത് അനുഗ്രഹം പ്രാപിക്കാം, നശിപ്പിക്കാം. അതിന്റെ എല്ലാ സ്വാതന്ത്ര്യവും മനുഷ്യനാണ്. പക്ഷെ ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന ആ ഒരു ആത്മാവിന്റെ അവസ്ഥ അതിഭയാനകമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം മൂലം നമ്മുടെ ആത്മാവ് അടിമത്തത്തിലേക്ക് പോകുന്നെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ എന്തിനാ ജീവിക്കുന്നത്? ജീവിക്കാതിരുന്ന എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു സമയം ഉണ്ടാവും. നമ്മുടെ സ്വാതന്ത്ര്യം നമ്മളെ നശിപ്പിക്കാനൊക്കുന്ന കാലം ഇല്ലാതിരിക്കുവാൻ ഈശോ ഏറ്റവും ദാരുണമായ സഹനങ്ങളെ അതിജീവിച്ചുകൊണ്ട് കടം വാങ്ങിച്ച കല്ലറയിലും അന്ന് യഹൂദരുടെ ഇടയിലുള്ള ഓരോ ആചാരങ്ങളും ഈശോയുടെ ശരീരത്തിൽ സംഭവിക്കാൻ പറ്റാത്ത വിധത്തില് ഏറ്റവും ലളിതമായ അവസ്ഥയിൽ അതെല്ലാം പരിഹാരങ്ങളായിരുന്നു. പാപത്തിന്റെ മേലുള്ള പരിഹാരങ്ങളായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഉപേക്ഷിക്കാൻ നമ്മൾ പെടുന്ന പാട് എത്രമാത്രം, ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റിവെക്കാനും നീക്കി വെക്കാനും ഉപേക്ഷിക്കാനും ഒക്കെ ആഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മൾ അതിനെ അതിജീവിക്കാൻ പറ്റാതെ പോകുമ്പോൾ ഈശോയുടെ ഈ സഹനങ്ങളും ഈശോയുടെ പരിത്യാഗങ്ങളും ഈശോയുടെ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിത്യാഗങ്ങളും പുണ്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിന്റെ പരിപൂർണതയിൽ ദൈവിക പദ്ധതികൾ നടക്കണമെന്ന് പരിശുദ്ധ അമ്മയുടെ സഹകരണം വഴി പൂർത്തീകരിച്ച ഒരു ബലിയും കൂടിയാണ് ഈ കുരിശിന്റെ ഈ മരണം.
നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഈ ദിവസം മരണവേദന കൂടി കടന്നു പോകുന്ന ലക്ഷക്കണക്കിന് മക്കളുണ്ട്. അവരുടെ എല്ലാ ആത്മാവ് ഏതെല്ലാം പാപകടങ്ങളിലാണോ അതിനെല്ലാം അതിജീവിക്കുവാൻ അവർക്ക് ആത്മാവിലെ കൃപയും അനുതാപത്തിന്റെ ഒരു തുള്ളി കണ്ണുനീര് കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 14 സ്ഥലം. 14 സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേക്ക് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈശോ മനുഷ്യനെ വേണ്ടി രക്ഷിച്ചു. രക്ഷിച്ചു. അനന്തരം പിലാത്തോസിന്റെ അനുവാദത്തോടെ റംസാകാരനായ യോസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 റാത്തലോളം സുഗന്ധകൂട്ടുമായി നിക്കോദെമോസും അയാളുടെ കൂടെ വന്നിരുന്നു. യൂദന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമളദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചെടുത്ത ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാബദം ആരംഭിച്ചിരുന്നത് കൊണ്ടും കല്ലറ അടുത്തായിരുന്നത് കൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങ് എന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധനഴിഞ്ഞു പോകാൻ അനുവദിക്കുകയുമില്ല. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ, അങ്ങയോടുകൂടെ മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്രിസ്തനായ ഞങ്ങളുടെ പിതാവ്, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. സമാപന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായി നമ്മുടെ ഹൃദയത്തെ മതിക്കുന്ന, വേദനിപ്പിക്കുന്ന നിസ്സഹായതയിലും നിരാശയുടെ ഈ ലോകത്തിന്റെ മുന്നിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നമ്മുടെ ആത്മാവിന് ഒരിക്കലും ശക്തിയില്ലെങ്കിലും സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ തിന്മയെയും നിഷ്കാസനം ചെയ്യുവാൻ സർവശക്തനായ ദൈവം സ്വർഗീയ ദൂതരുടെ ശക്തിയാലും കൃപയുടെ മഹത്വത്താലും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് ഈശോ അത്രമാത്രം സഹിച്ചത്. പ്രത്യേകമായി യുദ്ധങ്ങളെ ഒരുക്കുന്ന രാജ്യങ്ങളെ, ഭിന്നതയും കലഹത്തിലായിരിക്കുന്ന സഭകളെ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ, കലഹിച്ചതും ജീവിക്കുന്ന ദമ്പതികളെ, നാശത്തിന്റെ വഴി കൂടി കടന്നു പോകുന്ന യുവജനങ്ങളെ, നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ നശിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ എല്ലാ തിന്മയുടെ ദുർമോഹങ്ങളുടെ ശക്തികളെ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ, ജനിക്കാനിരിക്കുന്ന ഗർഭസ്ഥ ശിശുക്കളെ, ഗർഭിണികളെ, ജോലി മേഖലകൾ അനുഭവിക്കുന്ന എല്ലാ മേഖലകളിലേക്കും നമ്മുടെ ദാരിദ്ര്യം, രോഗപീഠകൾ കടന്നു വരാനുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും ഈശോയുടെ കുരിശിന്റെ അനുഗ്രഹത്തിന്റെ കീഴിലായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഹൃദയം വഴി, ഹൃദയം വഴി ഈശോയുടെ ശക്തി പ്രകടമാക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ കാവൽത്തായിൽ ചെന്തിയ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുത്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പാപപരിഹാര ബലിയെ ഗൗനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രനാണികളാ തറയ്ക്കപ്പെടുകയും കുത്തപ്പെടുകയും ചെയ്തു. അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പിഴകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രനാരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം
ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങളെ രക്ഷിക്കണമേ. നന്ദി നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപം ചെയ്തപ്പോൾ അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിന് പാപം ചെയ്യുകയില്ല. നിന്നോട് പാപം ഭരിക്കാനും സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. പുരുഷന്റെ വഴി പ്രാർത്ഥനയുടെ ദണ്ഡമോചന പ്രാർത്ഥന. ഈശോയെ ആത്മാക്കൾക്കും യോട് ഒരുമിച്ച് പുരുഷന്റെ വഴി പ്രാർത്ഥന സഹായിക്കുന്ന ഞങ്ങൾക്ക് അധികം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.